100% തെളിവുള്ള കാര്യങ്ങളാണ് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതായി പറയുന്നത്. ബ്രസീലിയൻ മോഡൽ 22 വോട്ടുകൾ രേഖപ്പെടുത്തി, 10 ബൂത്തുകളിൽ വ്യത്യസ്ത പേരുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ കൊള്ളയടിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ കണക്കുകളുണ്ട്. ആകെ കൊള്ളയടിച്ച വോട്ട് 25,41,144 വോട്ടുകൾ. ഇരട്ട വോട്ടുകളുണ്ട് അവിടെ. 5,21,619 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ്. 9,93,174 അസാധു വോട്ടുകൾ അവിടെ. തെറ്റായ അഡ്രസ്സിലെ വോട്ടുകൾ 91,174. ഒരു വോട്ടർ ഐ ഡിയിൽ ഒരു മണ്ഡലത്തിൽ ഒരാൾക്ക് 100 വോട്ട്, 100 ID കാർഡിൽ ഒരേ ഫോട്ടോ. ഇതെന്താണ് സാർ ഇത്? അല്ല സാർ, ഞാനിത് പറയുന്നത് ഇദ്ദേഹം അവിടെ പ്രസൻറ്റേഷൻ നടത്തി ഇതിങ്ങനെയാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഒതൻറ്റിസിറ്റി ബോധ്യപ്പെടുത്തേണ്ടത് ആരെയാണ്? ഇത് അവിടെ നിന്നൊരു പ്രസൻറ്റേഷൻ നടത്തിയാൽ ജനങ്ങൾ ഈ കാണിക്കുന്ന ഈ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് ബോധ്യപ്പെടണമോ? ഇത് ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ഒരു ചെറിയ പരാതി പോലും ഇദ്ദേഹം കൊടുക്കുന്നില്ല? ശരി, ഡോക്ടർ സമ്പത്ത് ഒരു പരാതി പോലുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തെളിയിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നില്ല. ബോധ്യപ്പെടേണ്ട ആളുകളുടെ മുമ്പിലേക്ക് ബോധ്യപ്പെടുത്തേണ്ടതാണ് ഇദ്ദേഹം എന്ന് വീണ്ടും വീണ്ടും അവർക്ക് തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. SIR ഒരു ഭാഗത്തുകൂടി, മറ്റൊരു സ്ഥലത്ത് അശുദ്ധ വോട്ടർ പട്ടിക വെച്ച് വിജയിച്ച MP മാരായവർ ലോക്സഭയിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ കാണാത്ത കാഴ്ചകളെന്ന് PDT ആചാര്യയെ പോലുള്ളവരും പറയുന്നു. SIR കേരളത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ എവിടെ എത്തി നിൽക്കാൻ സാധ്യതയുണ്ട്? പരമായി ഒരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മൾ ഈ ചർച്ച ഇവിടെ ഈ നടത്തുന്ന വേളയിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹാനഗരങ്ങളിലൊന്നായിട്ടുള്ള ന്യൂയോർക്കിൽ ഈ താൻ അങ്ങേയറ്റത്തെ ഏകാധിപതിയാണ് എന്നും അതിലഭിമാനിക്കുന്നു എന്നും തൻ്റെ സ്വേച്ഛാധികാരം ജനങ്ങളും ലോകവും അംഗീകരിച്ചു കൊള്ളണമെന്നും ഇങ്ങനെ US ആണ് ലോക പോലീസുകാരനെന്നും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ എന്നുള്ള മുദ്രാവാക്യവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വംശഹത്യയും ഈ 150 തവണയെങ്കിലും ഈ ഭൂമിയെ ഭസ്മമാക്കാനുള്ള ആണവായുധങ്ങൾ തങ്ങളുടെ കൈകളിലുണ്ട് എന്ന ചൈനീസ് പ്രസിഡൻറ്റുമായിട്ടുള്ള നിരായുധീകരണ ചർച്ച, ഈ ആണവ നിരായുധീകരണ ചർച്ചയിൽ പോലും അഹംഭാവം അങ്ങനെ വെച്ചു പുലർത്തുകയും ചെയ്ത, എന്നാൽ ന്യൂയോർക്കിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അവിടെ തനിക്കിഷ്ടമില്ലാത്തതായ മേയർ സ്ഥാനാർത്ഥി അത്തരത്തിൽ അപ്പോൾ അദ്ദേഹം തന്നെ ഈ വിജയിയായ മേയറായ സൊഹ്റാൻ മംദാനി എന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജൻ, വെറും 35 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു ബദൽ നിർദ്ദേശങ്ങളുമായി വന്നത് അത്തരത്തിൽ ലോകത്തിൽ സമാധാനമെന്നത്, വംശഹത്യയ്ക്ക് അറുതി വരുത്തണമെന്നത്, സിയോണിസത്തിനെതിരായ നിലപാടുകൾ, ഫലസ്തീൻ അംഗീകരിക്കണമെന്നുള്ളത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. അത്തരത്തിൽ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സോ കോൾഡ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നാലും, ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും വിശേഷിപ്പിക്കുന്നില്ല, പക്ഷേ US-ൻ്റെ ഭരണാധികാരി, ആ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പ്രസിഡൻറ്റിൻ്റെ സ്വേച്ഛാധിപത്യ നിലപാടുകൾക്ക് ന്യൂയോർക്കിലെ ജനത നൽകിയതായ കനത്ത മറുപടി, ആ മറുപടി ഉണ്ടായ ആ നിമിഷങ്ങളിലാണ് നമ്മുടെ ഈ ചർച്ച നടത്തുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് തുടങ്ങാൻ കാരണം എന്നുകൂടി ഡോക്ടർ ലാലിനോട് പറയാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ എന്നുള്ളത്, ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഈ ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ അത്തരം കാര്യങ്ങളിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവിടെയൊക്കെ തന്നെ ഈ കോർപ്പറേറ്റ് ഫണ്ടിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങൾ, ലോബിയിങ്, ഇങ്ങനെ പലതുമെല്ലാം നിയമവിധേയമാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനകൾ, അത്തരം കാര്യങ്ങളിലെ വിലക്കുകൾ, നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യയിലെ ഈ 3 അംഗ, അത് 6 അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ഇന്ത്യയിലെ 3 അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ. ഇത് തമ്മിൽ കുറേ ഇപ്പോൾ ഈ സമീപകാലത്തൊരു സാമ്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ട്രംപ് 1ാമത്തെ തവണ US പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ US-ലെ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള നോമിനേഷനുകൾ, പ്രസിഡൻ്റാണ് നോമിനേറ്റ് ചെയ്യുന്നത്, സെനറ്റിൻ്റെ അംഗീകാരം വേണം, ഇവരെ സംബന്ധിച്ചുള്ള അവരുടെ മുൻകാല ചരിത്രത്തെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന അത് പബ്ലിക് ഡൊമൈനിലെല്ലാം വരണം, അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പോലെ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ട്രംപിൻ്റെ 1ാമത്തെ പ്രസിഡൻ്റായി അദ്ദേഹത്തിൻ്റെ 4 വർഷത്തെ ടെന്യൂർ ഉണ്ടല്ലോ, ആ സമയം മുതൽ അവിടെ ഈ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട്. എങ്ങനെ ചില തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പെട്ടെന്ന് മിഡ് ടേമിൽ രാജിവെക്കുക, പുതിയ ചില ആളുകളെ അവിടെ നിയമിക്കുക, ഈ 5 കൊല്ലക്കാലത്തേക്ക് അവരുടെ ടെന്യൂർ എന്നുള്ളതിനകത്തുള്ള മാനിപ്പുലേഷൻ നടത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്.
ഇപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രമാദമായ ഒരു കേസ് അതിൻ്റേതായ വിധി എന്നുള്ളത് വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ താങ്കളും ഈ കാര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടുണ്ടാവും. 2023 മാർച്ച് മാസം 2-ാം തീയതിയാണ് ഈ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കേണ്ടതായിട്ടുള്ള സെലക്ഷൻ കമ്മീഷനിലെ ആ സെലക്ഷൻ കമ്മിറ്റി അതിലെ ഒരു അംഗം എന്നുള്ള നിലയിലേക്ക് ഉണ്ടാവണം എന്ന് അങ്ങനെ 5-അംഗ സുപ്രീം കോടതി ബെഞ്ച് വിധിച്ചത് അത് അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ചരിത്രപ്രസിദ്ധമായ കേസിലാണ്. ആ കേസിൻ്റെ വിധിന്യായത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾക്ക് ഉള്ള ഭൂരിപക്ഷം വിനിയോഗിച്ചുകൊണ്ട് എന്താ ചെയ്തത്, ആ ഭൂരിപക്ഷം വിനിയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് 2023 മാർച്ച് മാസം 2-ാം തീയതി വന്നത്. അത് മറികടക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നത് 2023 ഡിസംബർ മാസം 12-ാം തീയതിയാണ്. അങ്ങനെ ചീഫ് ജസ്റ്റിസിനെ തന്നെ അവിടെ നിന്ന് വെട്ടിമാറ്റുകയുണ്ടായി. ചീഫ് ജസ്റ്റിസിനെ സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, നീതിപൂർവമായിരിക്കണം. ഇത് എൻ്റെ വാക്കുകളല്ല. ഡോക്ടർ ലാലും നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കാനുള്ളത് ഇത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ നേരത്തെ ശ്രീ PDT ആചാര്യ ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചു. ഞാൻ ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ BJPയുടെ വക്താവ് പറഞ്ഞതിന് ശ്രീ റോണി ഇവിടെ അതിനുള്ള മറുപടിയൊക്കെ പറയട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഭരണഘടനയുടെ ഭാഗം 15 എന്നുള്ളത്, പാർട്ട് 15 എന്നുള്ളത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 324 അനുച്ഛേദം 324 മുതൽ അനുച്ഛേദം 329 വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, അതിൻ്റെ ചുമതലകൾ, ഉത്തരവാദിത്വങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറയുകയാണ്. പാർട്ട് 2 എന്നുള്ളത് ഇതിൻ്റെ ഈ ഇതിൻ്റെ പാർട്ട് 2 എന്നുള്ളത് ഭാഗം 2. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ അനുച്ഛേദം 5 മുതൽ ഈ പൗരത്വത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണ്. അത് ആർട്ടിക്കിൾ 11 വരെ ആർട്ടിക്കിൾ 5 തുടങ്ങുന്നത് ഭരണഘടനയുടെ പ്രാരംഭത്തിലുള്ള പൗരത്വം, ആർട്ടിക്കിൾ 11 അത് അവസാനിക്കുന്നത് പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റിന് നിയമപ്രകാരം വഴി ക്രമപ്പെടുത്തുന്നത്. ഇനിയാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലേ, ഇത് പൗരത്വവുമായി ബന്ധപ്പെടുമോ ബന്ധപ്പെടില്ലയോ? മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ, സീനിയർ IAS ഉദ്യോഗസ്ഥൻ ശ്രീ അശോക് ലവാസ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിലവിലുള്ള അംഗങ്ങൾക്ക് ശ്രീ ജ്ഞാനേഷ് കുമാറിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കടക്കം മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ല തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും അത്തരത്തിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായി വന്നിട്ടുണ്ടെങ്കിൽ അത് തടയേണ്ടത്, അത് ചെറുക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെയും സംസ്ഥാനത്തെയും ഗവൺമെൻറ്റാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. എക്സിക്യൂട്ടീവാണ് ചെയ്യേണ്ടത്. അത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്നുള്ളത് എക്സ്ക്ലൂഷൻ അല്ല, ഇൻക്ലൂഷനാണ്. വോട്ടവകാശം ഏറ്റവും പരമപ്രധാനമായ എൻ്റെ അവകാശം, അങ്ങനെ ഞാൻ വോട്ട് ചെയ്യും എന്നത് 2024 മുദ്രാവാക്യമായി ഇന്ത്യ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഡോക്ടർ ലാലെ? നമ്മളാരും ജനിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന നമ്മളാരും ജനിച്ചിട്ടില്ല. 40 കോടി ജനങ്ങൾക്ക് താഴെയുള്ളൂ. അന്ന് ഏതാണ്ട് 36 കോടി ആളുകളേ ഉള്ളൂ. ഇപ്പോൾ 2025 അവസാനിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ എത്ര? ഇന്ത്യയിലെ ചിലരെങ്കിലും അഭിമാനപൂർവ്വം പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. ഇങ്ങനെ 143 കോടി ജനത എല്ലാം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ജനസംഖ്യയിൽ നമ്മൾ ചൈനയെ കടത്തിവെട്ടി എന്നുള്ളത്, ഒളിമ്പിക്സിൽ മെഡൽ കൂടുതൽ കിട്ടിയെന്ന് പറയുന്ന അഭിമാനത്തിലാണ് അത്തരത്തിൽ നമ്മൾ ചില ആളുകൾ പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ജനസംഖ്യ കൂടുമ്പോൾ വോട്ടർമാരുടെ എണ്ണം കൂടുമോ കുറയുമോ? ഒരു സാധാരണ കുട്ടി, സാധാരണ 2-3 ക്ലാസ്സുകളിൽ കണക്ക് കൂട്ടി പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, ആ കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? ജനസംഖ്യ കൂടുന്നുവെങ്കിൽ വോട്ടർമാരുടെ എണ്ണം കൂടും അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് 1ാം ഘട്ടം സർവേൻ്റേത് വന്നത്. അവിടെയാണ് 55 ലക്ഷം വോട്ടർമാരെ ആ വിധത്തിൽ വെട്ടിമാറ്റിയത്. 3 മാസത്തിനിടയിൽ 22 ലക്ഷം ആളുകൾ മരണപ്പെട്ടു പോയി എന്നാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയ അശോക് ലവാസ തന്നെ ചോദിക്കുക. പക്ഷേ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിലുള്ള കാലയളവിൽ 47 ലക്ഷം ആളുകൾ ഒറ്റയടിക്ക് കൂടുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലേക്കുള്ള കള്ളക്കളി? അല്ല, അതിൻ്റെ പിന്നിലെ കാരണങ്ങളിൽ ചിലതൊക്കെ നമുക്ക് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില ക്ലിപ്പുകളിലേക്ക് പോയാലും ചിലപ്പോൾ കിട്ടിയേക്കും. ഈ ഒരു സ്ഥലത്ത് നിന്ന് മുങ്ങുന്ന വോട്ടർമാർ വേറെ ചില സംസ്ഥാനങ്ങളിൽ പൊങ്ങുന്നു, അവർ അവിടെ പിന്നീട് മുങ്ങും, അവിടെ നിന്ന് ചിലപ്പോൾ കേരളത്തിൽ വരും, ചിലപ്പോൾ കാശ്മീരിൽ പോവും. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് അവരെ എങ്ങനെയായാലും ശരി ഞങ്ങൾ ചിലപ്പോൾ വോട്ട് നേടി ജയിക്കും എന്നൊക്കെ
പറയുന്ന വാക്കുകളുണ്ട്. ലാലെ, അതിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഇപ്പം അദ്ദേഹം ചർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് ഈ വോട്ടർ പട്ടികയിൽ ഇത്തരം കാര്യങ്ങളുമായി ഇത് പുതുക്കലാണ് നടക്കുന്നതെങ്കിൽ ശരി. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിലല്ല, അതിന് മുമ്പ് തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളുണ്ട്. 1960 ഇതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് വന്നപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ വോട്ടിങ്ങിനെ പോലെ മറ്റൊന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റും 1960 വോട്ടർ രജിസ്ട്രേഷൻ റൂൾസും വെച്ചിട്ടാണ് എങ്കിൽ തൊട്ട് മുമ്പിലുള്ള കഴിഞ്ഞ ആ വോട്ടർ പട്ടിക വെച്ചാണ് പുതുക്കൽ നടക്കേണ്ടത്. അത് സമ്മറി സ്പെഷ്യൽ റിവിഷൻ മാത്രമല്ല, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആയാലും അതാണ് നടക്കേണ്ടത്. ഇവിടുത്തെ ഒരു പ്രസക്തമായ ചോദ്യം 2002, 2003 കൊണ്ടുപോവുകയാണ്. ആലോചിച്ച് നോക്കണം. ഒരു 1/4 നൂറ്റാണ്ട് മുമ്പുള്ള വോട്ടർ പട്ടിക എടുത്ത് വെക്കുകയാണ്. ആ വോട്ടർ പട്ടിക വെച്ച് നമുക്കിതെല്ലാം അഴിച്ചാം കുഴച്ചാം ഒന്നേന്ന് ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ തുടങ്ങാമെന്നാണ് ഈ പറയുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നാട് വിട്ടു പോയവർ, ഇവിടെ മരണപ്പെട്ടു പോയവർ, മറ്റെവിടേക്കെങ്കിലും പോയവർ നിലവിലുള്ള വോട്ടർ പട്ടിക വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഇതാണ് ഭരണഘടനാപരമായ ഒരു ലംഘനം ആദ്യം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ശരി.